ഹായ്, ഞാൻ ചാന്ദിനി. എന്താ പറയുക, ഞാൻ എല്ലാവരും സംസാരിക്കാമെന്ന് വിചാരിച്ചത് മെയിൻലി സെറ്റിൽ കാണുന്ന പോലെയല്ല ഇവിടെ ആരും ഇരിക്കുന്നത്. നമ്മൾ സെറ്റിലോട്ട് പോകുമ്പം റെഡി ആയിട്ടാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാറ്. സോ ഇപ്പോഴാണ് ഓരോരുത്തരുടെ ഒരു ഒറിജിനൽ രൂപം കാണുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആരൊക്കെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. സോ എല്ലാവരും ഡിസ്ക്രിപ്ഷൻ തന്നപ്പം കുറച്ചുകൂടെ മനസ്സിലായി. ഞാൻ ഈ സിനിമയിൽ ഞാൻ കുറച്ചാളുകൂടെ ഉണ്ടായിരുന്നില്ല. ഞാൻ തിരിച്ച് അമേരിക്കയിൽ പോയിരുന്നു. എൻ്റെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്തു, തിരിച്ച് വന്നപ്പം ഒരു റാൻഡം ആയിട്ടായിരുന്നു അൻവർ റഷീദ് എൻ്റർടൈൻമെൻറ്റ്സ് പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് ഒരു കോൾ വരുന്നു. പിന്നെ ഇപ്പോൾ ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. അവിടെ പോയി. ഡയറക്ടർ ശ്രീരാജു ഉണ്ടായിരുന്നു. ഇവരെന്തോ ഒരു സീക്വൻസ് പറഞ്ഞു അത് ചെയ്ത് പെട്ടെന്ന് നോക്കുമ്പോൾ സിനിമ എല്ലാം തുടങ്ങി. അപ്പോൾ നമുക്ക് ലുക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ അല്ലെങ്കിൽ പോസ്റ്റേഴ്സോ അല്ലെങ്കിൽ ട്രെയിലർ കണ്ടാൽ എന്നെ പോലെ എല്ലാം കാണാൻ ആസ് ഇൻ എൻ്റെ ഒരു ഒറിജിനൽ ഫിസിക് ആൻഡ് ലുക്ക് വൈസ്. അപ്പം അത് എങ്ങനെയാണ് ആ ഡയറക്ടർ അത് വിഷ്വലൈസ് ചെയ്തതെന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഇതിന് മുന്നേ കുറേ ഡയറക്ടേഴ്സ് വന്നിട്ടുണ്ട് അങ്ങനത്തെ ടൈപ്പ് ഓഫ് ലുക്കുള്ള ക്യാരക്ടർ ഡിസ്ക്രിപ്ഷൻസ്. അങ്ങനെ ചാന്ദി അതുപോലെയല്ല കാണാൻ. അപ്പം ഇറ്റ് വോണ്ട് വർക്ക്. പക്ഷേ ശ്രീരാജൻ എന്തായാലും അങ്ങനെ കാണാൻ പറ്റി. അതെനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, വൈ എന്തിനാണ് ചാന്ദിനെ കാസ്റ്റ് ചെയ്യുന്നത് ആ ഒരു ലുക്കിൽ. പക്ഷെ ആളെ കാസ്റ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് മെരിൻഡ എന്നാണ്. ഭയങ്കര ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ആൻഡ് ഐ തിങ്ക് ഇവിടെ എല്ലാവരുടെയും ക്യാരക്ടേഴ്സിനൊരു ക്വർക്കിനെസ് ഉണ്ട്. ആൻഡ് ഇപ്പോൾ സൗത്ത് മറ്റേ കാലിനൊരു നോഡലുണ്ട്, വീട്ടിലൊരു വിരലിൻ്റെ ഒരു എക്സ്ട്രാ ഒരു ഇതുണ്ട്. അപ്പോൾ ഈ യുണീക്ക് ടച്ചസ് എന്തായാലും ഡയറക്ടർ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. എൻ്റെ ക്യാരക്ടറിനും തന്നിട്ടുണ്ട്. ഐ എം വെരി താങ്ക്ഫുൾ. ഇതിൽ ഡബ് ചെയ്യാൻ പറ്റി. അതിന് കംപ്ലീറ്റ്ലി ഡയറക്ടറിൻ്റെ സപ്പോർട്ടാണ്. ആൻഡ് ഇതിൻ്റെ എല്ലാത്തിനും ഒരു മെയിൻ പില്ലർ ഓഫ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് അമ്പുക്കയാണ്. അമ്പുക്ക ഇപ്പം എല്ലാവരും പറയുന്നത് സെറ്റിൽ വന്നൊന്നും മിണ്ടില്ല. പക്ഷെ അമ്പുക്ക വരുമ്പോൾ ഒരു ഭയങ്കര ഒരു നല്ലൊരു ഫീലിംഗ് ആണ്. ഭയങ്കര ഒരു പോസിറ്റീവ് ആൻഡ് പ്ലസൻറ്റ് ഓറയാണ്. ആൻഡ് ഷൈജിക്കിനെ പറ്റി നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ആ ഫ്രെയിംസിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ആള് ഭയങ്കര നമ്മൾ കംഫർട്ടാക്കും. സോ അതുകൊണ്ട് തന്നെ അഭിനയിക്കാൻ നന്നായിട്ട് പറ്റി. പിന്നെ ഇപ്പം എല്ലാവരും ലിസ്റ്റ് ചെയ്യണം. എഡിറ്റർ, മ്യൂസിക് ഡയറക്ടർ ആൻഡ് സൗണ്ട് ഡിസൈൻ എല്ലാവരാണെങ്കിലും ഇപ്പോൾ ഷഫീഖാണ് എഡിറ്റർ. മ്യൂസിക് ഡയറക്ടർ വിഷ്ണു വിജയ് ആൻഡ് സൗണ്ട് ഡിസൈനേഴ്സ് വിഷ്ണു ഗോവിന്ദ്. ഇവരെല്ലാവരും അവരുടെ രീതിയിൽ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണ്. സോ എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാനും സഭയ്ക്ക് മുന്നേ 2 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. കോമ്പിനേഷൻ ഉണ്ടായിട്ടില്ല. സോ ഡാർവിൻ്റെ ബദനാമും CIA-യും. പക്ഷേ ഇപ്പോൾ കോമ്പിനേഷനായിട്ട് അഭിനയിക്കാൻ പറ്റി. ഇവിടെ ആളും കൂടി കോമ്പിനേഷൻ കിട്ടി. അത് രണ്ടുപേരും കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ടൈപ്പ് ആക്ടേഴ്സുമാണ്. അപ്പോൾ ആ സീക്വൻസസും നിങ്ങൾ കണ്ടാൽ അറിയാം, ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്. പിന്നെ എനിക്ക് രാജീവ് മാമിൻ്റെ കൂടെ സീക്വൻസസ് ഉണ്ടായിരുന്നു. ബാക്കി അങ്ങനെ കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല. ഇവർ രണ്ടുപേരും കൂടിയാണ് ഇട്ടുണ്ടായിരുന്നത്. സോ ആ സീക്വൻസസ് ഇറ്റ് വാസ് വെരി ഫൺ. അത് ക്യാരക്ടർ വൈസ് ആണെങ്കിലും പെർഫോം ചെയ്യുമ്പം ഐ തിങ്ക് ഡെഫിനറ്റ്ലി ഡയറക്ടറിൻ്റെ ഒരു വിഷൻ നമുക്ക് എല്ലാവർക്കും കൊണ്ടുവരാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും സിനിമ കാണും, ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.